Good morning, all. Our today's topic is summarization techniques in natural language processing. ഇതിന് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഫീൽഡാണ്. കമ്പ്യൂട്ടറിന് ഡേറ്റാസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. അതായത് ഹ്യൂമൻ ലാംഗ്വേജസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനെ ഒരു ബ്രിഡ്ജാണെന്ന് പറയാം. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ്റെയും കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൽ പല ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ ഒന്നാണ് ട്രാൻസ്ലേഷൻ, സെന്റിമെന്റ് അനാലിസിസ്, ക്വസ്റ്റ്യൻ ആൻസറിങ്, അതുപോലെ സമ്മറൈസേഷൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സമ്മറൈസേഷനിലേക്കാണ് വരുന്നത്. സമ്മറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ടർ വേർഷൻ ഓഫ് എ ലോങ് ടെക്സ്റ്റ്. നമ്മൾ ലോങ് ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യുന്നു, നമുക്കതിൻ്റെ ഒരു ഷോർട്ടർ വേർഷൻ ലഭിക്കുന്നു. അതായത് മെയിൻ മീനിങ് പ്രിസർവ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഷോർട്ടാക്കി നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ മാത്രം കീപ്പ് ചെയ്യുന്നു. അപ്പം ഇത് ഏത് രീതിയിൽ ചെയ്യാം? അപ്പം പല മോഡൽസ് ഉണ്ട്. അപ്പം റൂൾ ബേസ്ഡ് മോഡൽസ് ഉണ്ട്, മെഷീൻ ലേണിംഗ് മോഡൽസ് ഉണ്ട്, ഡീപ്പ് ലേണിംഗ് മോഡൽസ് ഉണ്ട്. അപ്പോൾ ഈ മോഡൽസിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്നതിനനുസരിച്ച് ഇത് സമ്മറൈസേഷൻ ടെക്നിക്ക് പെർഫോം ചെയ്യും. അപ്പോൾ ഇതിൽ 3 ടൈപ്പാണുള്ളത്: എക്സ്ട്രാക്റ്റീവ് സമ്മറൈസേഷൻ, അബ്സ്ട്രാക്റ്റീവ് സമ്മറൈസേഷൻ ആൻഡ് ഹൈബ്രിഡ് മോഡൽസ്. എക്സ്ട്രാക്റ്റീവ് സമ്മറൈസേഷനിലേക്ക് വരുമ്പോൾ ഇതിൽ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എക്സ്ട്രാക്ട്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ നിന്നും മെയിൻ ആയിട്ടുള്ള വേർഡ്സ് അല്ലെ ഫ്രേസസ്, സെന്റൻസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് അത് മാത്രം യൂസ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് മീനിങ് അവിടെ പ്രിസർവ് ചെയ്തുകൊണ്ട് ഒരു ഔട്ട്പുട്ട് തരും. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു കോപ്പി പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു: ദ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വൺ ദ മാച്ച് അഗൈൻസ്റ്റ് ഓസ്ട്രേലിയ. വിരാട് കോഹ്ലി സ്കോർഡ് എ സെഞ്ചുറി. ദ മാച്ച് വാസ് ഹെൽഡ് ഇൻ മുംബൈ. അപ്പോൾ ഇങ്ങനെ ഒരു 3 സെന്റൻസ് നമ്മൾ ഇൻപുട്ട് കൊടുത്തു. അപ്പം എക്സ്ട്രാക്റ്റീവ് സമ്മറൈസേഷനിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇന്ത്യ വൺ ദ മാച്ച്, വിരാട് കോഹ്ലി സ്കോർഡ് എ സെഞ്ചുറി, ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിൽ പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ വേർഡ് ഫ്രീക്വൻസി ബേസ്ഡ് ഉണ്ട്, ഗ്രാഫ് ബേസ്ഡ് ഉണ്ട്, മെഷീൻ ലേണിംഗ് ബേസ്ഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും, ഇന്റർപ്രറ്റബിൾ ആയിരിക്കും. ദെൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത് നോ പാരഫ്രൈസിങ്, സമ്മറി മേ ബി ചോപ്പിംഗ്, ഇതൊക്കെ ആയിരിക്കും. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ഓർ മോഡൽസ് ആണ് ടെസ്റ്റ് റാങ്ക്, ലെക്സ് റാങ്ക്, ലുഹാൻസ് അൽഗോരിതംസ്. ദെൻ നെക്സ്റ്റ് വൺ അബ്സ്ട്രാക്റ്റീവ് സമ്മറൈസേഷൻ. ഇത് വേർഡിൽ നിന്ന് മനസ്സിലാക്കാം. അബ്സ്ട്രാക്റ്റീവ്, അതായത് ആദ്യത്തേത് എക്സ്ട്രാക്റ്റീവ് ആയിരുന്നു, വേർഡ്സ് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നു. എന്നാൽ ഇതിൽ കോണ്ടെക്സ്റ്റ്, മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു ഔട്ട്പുട്ട്, പുതിയ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഹ്യൂമൻ എങ്ങനെ ഒരു സമ്മറി തൻ്റെ ഓൺ വേർഡ്സിൽ നിന്നും തരുന്നു എന്നതുപോലെ ഇത് ചെയ്യും. ഇതിൽ ഡീപ്പ് ലേണിംഗ് മോഡൽസ്, ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റൈലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതൊരു റീറൈറ്റിംഗ് സ്റ്റൈൽ എന്ന് വേണേൽ നമുക്ക് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ, 3 സെന്റൻസ് ഉള്ള സെയിം എക്സാമ്പിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അബ്സ്ട്രാക്റ്റീവ് സമ്മറിയിൽ ആ മീനിങ് കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് തന്നെ പുതിയൊരു ഔട്ട്പുട്ട് തരും. എക്സാമ്പിളാണ് ഇന്ത്യ ഡിഫീറ്റഡ് ഓസ്ട്രേലിയ ഇൻ മുംബൈ വിത്ത് കോഹ്ലി സ്കോറിംഗ് എ സെഞ്ചുറി. ഇങ്ങനെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇതിലും പല മെത്തേഡ്സ് നമ്മൾ ഈ അബ്സ്ട്രാക്റ്റീവ് സമ്മറൈസേഷന് യൂസ് ചെയ്യുന്നുണ്ട്. സീക്വൻസ് ടു സീക്വൻസ് മോഡൽ, അല്ലെങ്കിൽ എൻകോഡർ ഓർ ഡീകോഡർ എന്ന് പറയാം, അറ്റൻഷൻ മെക്കാനിസം, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് പ്രീ ട്രെയിൻഡ് മോഡൽസ്. അഡ്വാൻറ്റേജസ് വരുന്നത് ഫ്ലുവൻ്റ് ആണ്, ഹ്യൂമൻ ലൈക്ക് സമ്മറീസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് നീഡ് ലോട്ട്സ് ഓഫ് ഡേറ്റ ആൻഡ് കമ്പ്യൂട്ട്. ദെൻ ഇതിനും അൽഗോരിതംസ് ഉണ്ട്. ഓൾറെഡി പറഞ്ഞ പോലെ സീക്വൻസ് ടു സീക്വൻസ് പ്ലസ് അറ്റൻഷൻ, എൻകോഡർ ഡീകോഡർ മോഡൽസ്, ട്രാൻസ്ഫോമർ ബേസ്ഡ് മോഡൽസ്. ദെൻ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള എക്സ്ട്രാക്റ്റീവ് ആൻഡ് അബ്സ്ട്രാക്റ്റീവ് അപ്രോച്ചസ് കമ്പൈൻ ചെയ്തുകൊണ്ട് ഹൈബ്രിഡ് മോഡൽസും ഉണ്ട്. ഇതിൽ ആദ്യം എക്സ്ട്രാക്ഷൻ നടക്കുന്നു, ദെൻ ജനറേറ്റ് ചെയ്യുന്നു പുതിയൊരു ഡേറ്റ. ഇനി സമ്മറൈസേഷൻ ടെക്നിക്സ് നാച്ചുറൽ ലാംഗ്വേജ് പൈപ്പ് ലൈനിൽ, പ്രോസസ്സിങ്ങിൻ്റെ പൈപ്പ് ലൈനിലുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് പ്രോസസ്സിംഗ്, അതായത് ക്ലീനിങ് ടെക്സ്റ്റ്, അതായത് സ്റ്റോപ്പ് വേർഡ്സ്, പങ്ക്ച്വേഷൻസ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നു. ദെൻ ടോക്കണൈസേഷൻ, സെന്റൻസിനെ വേർഡ്സ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്നു. ദെൻ റെപ്രസെന്റേഷൻ, ഈ കൺവേർട്ട് ചെയ്ത വേർഡ്സിനെ നമ്മൾ ഒരു നമ്പറിലേക്ക് ന്യൂമറിക്കലി അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പ് സെന്റൻസ് സ്കോറിംഗ് ഓർ റാങ്കിങ്. ഈ കിട്ടിയ സെന്റൻസ് വേർഡ്സ് ഇതിന് സ്കോറിംഗ് അല്ലെ റാങ്കിങ് ഒക്കെ അസൈൻ ചെയ്യുന്നു. അതനുസരിച്ച് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സെന്റൻസ് സെലക്ഷൻ നടക്കുന്നു. ടോപ്പ് റാങ്കുള്ള സെന്റൻസുകളോ വേർഡ്സോ ഒക്കെ സെലക്ട് ചെയ്യുന്നു. ഫൈനലി ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. ദെൻ ഇതിന് ചലഞ്ചസ് ഉണ്ടോ? യെസ്. ആംബിഗിറ്റി, കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഡിഫിക്കൽട്ടീസ്, ഫാക്ച്വൽ ആക്യുറസി ആൻഡ് ലെങ്ത് കൺട്രോൾ. ദെൻ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ വരുന്നത് ന്യൂസ് ആപ്സിൽ വരുന്നുണ്ട്, റിസർച്ച് പേപ്പേഴ്സിൽ ഓട്ടോമാറ്റിക് അബ്സ്ട്രാക്ട് ജനറേഷൻ യൂസ് ചെയ്യുന്നു. ദെൻ കസ്റ്റമർ സർവീസിൽ, ലീഗൽ ആൻഡ് മെഡിക്കൽ ഫീൽഡ്സിൽ യൂസ് ചെയ്യുന്നു. ലാർജ് ഡോക്യുമെന്റ് ഒക്കെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ദെൻ
ഫ്യൂച്ചർ ട്രെൻഡ്സ്, മൾട്ടി മോഡൽ സമ്മറൈസേഷൻ വരുന്നുണ്ട്, പേഴ്സണലൈസ്ഡ് സമ്മറൈസേഷൻ, റിയൽ ടൈം സമ്മറൈസേഷൻ ആൻഡ് മോർ റിലയബിൾ AI മോഡൽസ്. ഫൈനലി ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുവാണെങ്കിൽ സമ്മറൈസേഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഷോർട്ടനിങ് എ ലാർജ് ടെക്സ്റ്റ് വൈൽ പ്രിസർവിങ് ഇറ്റ്സ് മെയിൻ മീനിങ്. ദെൻ എക്സ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ മെയിൻ വേർഡ്സ്, ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് പിക്ക് ചെയ്തുകൊണ്ട് ഷോർട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. അബ്സ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ മീനിങ്, കണ്ടെക്സ്റ്റ് എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ന്യൂ സെൻറ്റൻസുകൾ ജനറേറ്റ് ചെയ്യുന്നു. ദെൻ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനിലുള്ള ഒരു ഹൈബ്രിഡ് മോഡലും ഇതിലുണ്ട്. താങ്ക് യു.